ഇറുകിയ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ജീൻസ് ഉപയോഗിക്കുന്നത് ഫെർട്ടിലിറ്റിനെ ബാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. സാധാരണ രീതിയിൽ ഇപ്പോൾ കേരളത്തിലെ കാര്യങ്ങൾ പറഞ്ഞാൽ കേരളത്തിലെ ഡ്രസ്സ് ഉപയോഗിക്കുന്ന രീതികൾ മാറി എല്ലാവരും ഇറുകിയ വസ്ത്രങ്ങളും ജീൻസും കൂടുതൽ സമയം ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, ഇൻഫെക്ഷൻ റേറ്റ് കൂടി. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റിസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ചൂടുണ്ടാവാൻ പാടില്ല. അപ്പോൾ ചൂട് കൂടിക്കഴിഞ്ഞാൽ സ്പേമിൻ്റെ പ്രൊഡക്ഷൻ കുറയും. ഒരു ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു സാധ്യതയുണ്ട്. അത് നേരിട്ട് ബാധിക്കല്ല, പക്ഷേ അതൊരു കാര്യമായിട്ട് അങ്ങനെ രണ്ട് പ്രശ്നങ്ങളാണ് ഇതിൽ കണ്ടുവരുന്നത്. ഈ ആധുനിക ലോകത്ത് ഇത് കംപ്ലീറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അതിന് നമ്മൾ ചെയ്യാവുന്നത്, നമ്മൾ ഫ്രീ ആയിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് വളരെ അയഞ്ഞ ഡ്രസ്സ് ഉപയോഗിക്കുകയും കഴിയുമെങ്കിൽ അണ്ടർ ഗാർമെൻറ്റ്സ് ഉപയോഗിക്കാതിരിക്കുകയും 3 സോപ്പ് ഏറ്റവും കുറവ് ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതും ഒരു കോട്ടൺ ഡ്രസ്സാണ് ഏറ്റവും നല്ലത് നമ്മുടെ കാലാവസ്ഥയിൽ കേരളത്തിൽ പറ്റുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോൾ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കോൾഡ് സിറ്റ് ബാത്ത് അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ കാലത്ത് മീതിനെ കുളിക്കുക മുതലായവ കുറച്ചും കൂടി നമുക്കിതിന് പ്രയോജനം ചെയ്യും. ഭക്ഷണ രീതിയിൽ കഴിയാവുന്ന ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക. കാരണം ഈ ജങ്ക് ഫുഡ്സിൽ അജിനമോട്ടോ, കളറിങ് ഏജൻസ് അല്ലെങ്കിൽ അത് കൂടുതൽ ബേൺ ചെയ്ത് കരിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതെല്ലാം ഈ വന്ധ്യതയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് കഴിയാവുന്ന ഒഴിവാക്കുക. സാധാരണ ഫ്രഷ് ഫ്രൂട്ട്സ്, സാധാരണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ കഴിക്കുക. വെള്ളം ഇഷ്ടംപോലെ കുടിക്കുക. ഇനി ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു വിദഗ്ധനോട് ചോദിച്ച് അത് മനസ്സിലാക്കി.